അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ TP-Linkൻ്റെ ലോഡ് ബാലൻസർ അഥവാ VPN റൗട്ടർ. അതായത് ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് ER605 എന്ന് പറഞ്ഞ മോഡലാണ് TP-Linkൻ്റെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അത് ഈ പോർട്ടുകളെ കുറിച്ച് പറയാം. ഇതിനകത്ത് ഒരു വാൻ പോർട്ട് കാണാം, അതിനുശേഷം ഒരു വാൻ ലാൻ 1, വാൻ ലാൻ 2 ഈ 2 പോർട്ട് കാണാം. പിന്നെ അത് കഴിഞ്ഞ് ലാൻ പോർട്ടുകൾ കാണാം, ഈ 2 എണ്ണം. അപ്പോൾ ഇത് രണ്ടും ലാൻ പോർട്ടുകളാണ്. അതിനകത്ത് നമുക്ക് ലാൻ ഔട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു 3 പോർട്ടിലാണ് നമ്മൾ ISPയുടെ ഇൻ കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇതൊരു ISP ആണെങ്കിൽ ഇതും അടുത്ത ISP ആയിരിക്കും, അതിൻ്റെ ശേഷം ഇതായിരിക്കും. അതായത് എയർടെൽ, ജിയോ അല്ലെങ്കിൽ ഏഷ്യനെറ്റ്, അങ്ങനെ ഏതാണെങ്കിലും നമുക്കിവിടെ ഈ ഒരു 3 പോർട്ടിലും അത് കൊടുക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വാൻ ലാൻ എന്ന് കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ വാനാക്കിയും ലാനാക്കിയും ഈ 2 പോർട്ടുകളെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനകത്ത് വാൻ, അതായത് ഇൻപുട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ നെറ്റ്ലിങ്ക് മോഡലിൽ ഡെന്നിൻ്റെ കണക്ഷനാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതാണ് ഈ ഒരു പോർട്ട് വരുന്നത്, അതായത് ഇന്നായിട്ട് വരുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു റൗട്ടർ, ഒരു സിം റൗട്ടർ വെച്ചിട്ടുണ്ട്. അതായത് അതിനകത്താണ് ഈ കണക്ട് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ISP ആ ഒരു സിം റൗട്ടർ ഇട്ടിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. ആക്ച്വലി നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഒരു കണക്ട് ചെയ്ത ഒരു സിം റൗട്ടറാണത്. നിങ്ങൾക്ക് അറിയാൻ പറ്റിയൊരു സിം റൗട്ടറാണ്. ആ റൗട്ടറിൽ നിന്നാണ് കണക്ടിവിറ്റി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ടും വേറെ ISPകൾ കൊടുക്കാം. ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് 2 ഇൻ്റർനെറ്റ് പ്രൊവൈഡർ കൊടുത്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പോലെ ഓഫീസിലുള്ള പോലെ എത്ര കണക്ഷനുണ്ടോ അതൊക്കെ ഈ ഒരു 3 പോർട്ടിലും കൊടുക്കാം. അപ്പോൾ ഈ പോർട്ടുകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിതിനകത്ത് ആദ്യം തന്നെ ഈ ഒരു കമ്പ്യൂട്ടറിൽ നമുക്കത് കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ IP അറിയണം, അതായത് ഗേറ്റ് വേ IP അറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 192.168.0.1 ആണ് ഇതിൻ്റെ ലാൻ IP വരുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു കമ്പ്യൂട്ടറിൽ നമുക്കത് ബ്രൗസറിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിനകത്തിപ്പോൾ ഞാനിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട് 192.168.0.1. അതാണ് നമ്മളുടെ ഈ ഒരു ലോഡ് ബാലൻസറിൻ്റെ ഗേറ്റ് വേ IP. അപ്പോൾ നമ്മളത് ഒരു ബ്രൗസർ എടുത്ത് ഫുള്ളായിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലോഡ് ബാലൻസർ പേജിൻ്റെ ഫസ്റ്റത്തെ പേജ് ഇതുപോലെ വരും. അതായത് നമുക്ക് ആദ്യം തന്നെ നമ്മളോട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു റൗട്ടറിനെ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് ഒരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക. മറക്കാതിരിക്കുക, കാരണം നമ്മളത് മറന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ അലൗ ഡാറ്റ കണക്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. ഇത്ര ഉള്ളൂ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു യൂസർ നെയിം കൊടുക്കല്. അതായത് ആ ഒരു റൗട്ടറിൻ്റെ ആദ്യത്തെ ഒരു അഡ്മിൻ, അതായത് ഈ ഒരു TP-Linkൻ്റെ റൗട്ടറിലോട്ട്, ലോഡ് ബാലൻസിങ് റൗട്ടറിലോട്ട് കയറാനുള്ള യൂസർ നെയിം പാസ്വേഡ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ആ പേജല്ല, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. യൂസർ നെയിം അടിച്ചു കൊടുക്കുക. എന്നിട്ട് പാസ്വേഡും ഇതുപോലെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ സെറ്റപ്പ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നെറ്റ്വർക്ക്, USB, പ്രിഫറൻസ്, ട്രാൻസ്മിഷൻ, ഫയർവാൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ USB എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതായത് ഇതിനകത്ത് തന്നെ ഈ പോർട്ടുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ഇത് 3 ഇൻ പോർട്ടാണെന്നും 3 വ്യത്യസ്ത ISPകൾ കണക്ട് ചെയ്യാമെന്നും ഇതിനകത്ത് ലാൻ പോർട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു USB ഉണ്ടല്ലേ, ഇവിടെയും നമുക്ക് ഇന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അതായത് ഡോങ്കിളുകൾ, ഇൻ്റർനെറ്റ്, അതിൻ്റെ എന്താണ് ഡോങ്കിൾ വെച്ചിട്ടുള്ള USB വെച്ചിട്ടുള്ള ഡോങ്കിളിൽ വരുന്ന നെറ്റ് സെറ്റർ പോലുള്ള ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ കണക്ടിവിറ്റി കൊടുക്കാം. അതായത് 3 ISPന് പുറമെ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ, അതായത് ആ ഒരു USB വെച്ചിട്ട് നമുക്ക് അവിടെ കണക്ടിവിറ്റി ഇന്നായിട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെയാണ് ആ ഒരു USB പറയുന്നത്. ഇവിടെ നമ്മൾ USB കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് കോൺഫിഗറേഷൻ സെറ്റപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ക്വിക്ക് സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് കാണിക്കും, അതായത് വാൻ പോർട്ടുകൾ കാണിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഹൈഡ് അല്ലാണ്ട് കിടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഹൈഡാണ്. ഇത് കാണിച്ചേക്കുന്നത് ഒന്ന് USB മോഡം, അതായത് നമ്മളെ കണ്ട USB പോർട്ട്, ഇതാണ് ആ ഒന്ന് കാണിച്ചേക്കുന്നത്. 2 വാൻ പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാൻ പോർട്ടാണ് കാണിച്ചേക്കുന്നത്. അതിനുശേഷം വാൻ ലാൻ 1, വാൻ ലാൻ 2, അതായത് ഇത് രണ്ടും വാൻ ലാൻ 1ഉം വാൻ ലാൻ 2ഉം ഇത് രണ്ടുമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കണമെന്ന് ഓർത്തേക്കണം. ഇതിനകത്ത് ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് അത് ഹൈഡ് അല്ലാണ്ട് കിടക്കുന്നത്, അതായത് ആക്റ്റീവായിട്ട് കാണിക്കുന്നുള്ളൂ.
പക്ഷേ നമുക്കിത് ഒരെണ്ണമല്ല, വാൻ മാത്രമല്ല, നമുക്ക് ഈ ഒരു വാൻ ലാൻ 1 കൂടി അവിടെ വേണം. അപ്പോൾ നമ്മൾ അടുത്ത ഇതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? വാനും വാൻ ലാൻ 1ഉം, അതായത് ഈ രണ്ട് പോർട്ടും നമുക്കിവിടെ ആക്റ്റീവായിട്ട് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കോൺഫിഗർ ചെയ്യണം. കോൺഫിഗറേഷൻ ചെയ്യുന്നതിനകത്ത് ആ വാനും വാൻ ലാൻ 1ഉം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഡൈനാമിക് IP നമ്മൾ സ്റ്റാറ്റിക് IP വെച്ചല്ല കോൺഫിഗർ ചെയ്യണത്. സ്റ്റാറ്റിക് IP ആണെങ്കിൽ ഇവിടെ സ്റ്റാറ്റിക് IP കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് സ്റ്റാറ്റിക് IP കൊടുത്തിട്ട് ഇവിടെ IP അഡ്രസ്സും സബ്നെറ്റും ഗേറ്റ് വേ ഒക്കെ അടിച്ചു കൊടുത്ത് നമ്മൾ കോൺഫിഗർ ചെയ്യണം. ഇൻ കേസ് അത് സ്റ്റാറ്റിക് IP കണക്ഷനാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളിവിടെ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാറ്റിക് IP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പം നിലവിൽ നമ്മൾ സ്റ്റാറ്റിക് IP അല്ല കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് IP കൊടുക്കേണ്ട, നമ്മൾ ഡൈനാമിക് IP തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാൻ 1ഉം കൊടുക്കണം. വാൻ മാത്രമല്ല വാൻ 1ഉം ഇതുപോലെ തന്നെ സ്റ്റാറ്റിക് IP ആണെങ്കിൽ സ്റ്റാറ്റിക് IP കൊടുക്കുക, നമ്മൾ എല്ലാം നോർമൽ IP കൊടുക്കുക. വാൻ 1 നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള വാൻ ലാൻ 1 വാൻ ലാൻ 2. അപ്പോൾ ഇതിനകത്ത് ആ വാൻ ലാൻ 1 നമ്മളിതുപോലെ തന്നെ കൊടുക്കുക. അത് ഈ 2 എണ്ണമാണ് നമ്മളിവിടെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ 2 എണ്ണം നമ്മളത് വാൻ ലാൻ 1ഉം കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു നെക്സ്റ്റ് കാണും, ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം അത് കഴിയുമ്പോൾ എഴുതി കാണിക്കും you have changed the WAN ports and the router will reboot after you complete the configuration. Please go to network and WAN check the connection status after reboot ചെയ്തതിന് ശേഷം നമ്മൾ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ അത് റീബൂട്ട് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കുക. എന്നാലാണ് ഈ നമ്മുടെ ഈ 2 വാൻ പോർട്ടുകളാണ് നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ഈ വാൻ പോർട്ടും ഈ വാൻ ലാൻ 1ഉമാണ് കോൺഫിഗർ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീബൂട്ട് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് നേരം പിടിക്കും, അതായത് നമ്മൾ പെട്ടെന്നായിരിക്കില്ല, കുറച്ച് നേരം എടുക്കും അത് റീബൂട്ട് ആകാനായിട്ട്. എന്നിട്ട് നമുക്ക് കണക്ഷൻ ആവുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ലൈറ്റ്, ഇപ്പോൾ എല്ലാ ലൈറ്റും ഇവിടെ പോയി, ഓരോ ലൈറ്റ് പോയി എല്ലാ ലൈറ്റും പോവും. അതിനുശേഷം കഴിയുമ്പോഴേക്കും ആ ഒരു പേജ് റീബൂട്ടെന്ന് കാണിച്ചിരുന്ന പേജ് മാഞ്ഞു പോവും, അതായത് കട്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ റൗട്ടർ, ലോഡ് ബാലൻസിങ് റൗട്ടർ, VPN റൗട്ടർ അത് ഓഫായിട്ടുണ്ട് മീൻസ് അത് റീസ്റ്റാർട്ട് ആവുന്ന ഭാഗമായിട്ട് അത് ഓഫായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് ടൈം എടുക്കും. അത് കഴിയുമ്പോൾ അത് രണ്ടാമത് ഓരോന്ന് ലേറ്റായിട്ട് അപ്പാവും. ആ സമയത്ത് ഇത് കണക്ഷൻ ഇവിടെ കട്ടാവും. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഓരോ ലൈറ്റുകളായിട്ട് അത് അപ്പാകുന്നുണ്ട്. ഈ ലാൻഡ് ഫോണിൻ്റെയൊക്കെ മുകളിലുള്ള ലൈറ്റുകൾ ഓരോന്നായിട്ട് അപ്പാവുന്നുണ്ട്. അപ്പോൾ ഇത് അപ്പായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒന്നും കൂടി അതേ IP റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്താലും മതി. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ പേജ് ഒന്നുകൂടി ഓപ്പൺ ആവാനായിട്ട് വരും. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. സെയിം യൂസർ നെയിം പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. സെയിം യൂസർ നെയിം പാസ്വേഡ് തന്നെ ഇവിടെ അടിക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 2 ലിങ്കും അപ്പാണ്. അതായത് നമ്മളിപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാം 2 ലിങ്കും അപ്പാണ്. 2 ലിങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട്, വാനും വാൻ ലാൻ 1ഉം. വാനും വാൻ ലാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാനും വാൻ ലാൻ 1ഉം ഈ രണ്ടും ഇവിടെ ലിങ്ക് അപ്പാണ്, കണക്ഷൻ അപ്പായിട്ടാണ് കാണിക്കുന്നത്. അതായത് രണ്ടും എടുത്തിട്ടുണ്ട്, 2 കണക്ഷനും അപ്പാണ്. അതിൻ്റെ ലാൻ IPയും സബ്നെറ്റും മാക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ രണ്ടും ലിങ്ക് അപ്പായിട്ടുണ്ട്. അതായത് നമുക്ക് ഈ സ്റ്റാറ്റസിൽ നോക്കിയാൽ അപ്പായെന്ന് കാണാം. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷനിൽ അപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡ് ബാലൻസർ കൊണ്ട് സെറ്റ് ചെയ്യണം. കാരണം ഇതൊരു VPN റൗട്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫങ്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവും. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. ഒരു ഫയർ വാളിൻ്റെ സെറ്റപ്പ് ഉൾപ്പെടെയുള്ള ഫങ്ഷൻസ് അതിൻ്റെ, അതായത് മാക് ഫിൽറ്ററിങ് ആയാലും ആക്സസ് കൺട്രോൾ ആയാലും അറ്റാക്ക് ഡിഫെൻസ്, ARP സ്പൂഫിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫയർ വാളിൻ്റെയും ഒരു ചെറിയ ഫയർ വാളിൻ്റെ എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. അതിന് പുറമെ തന്നെ VPN കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ VPNലും ഓപ്പൺ VPN ആണെങ്കിൽ ആ VPN ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഇതുപോലത്തെ 2 റൂട്ടറുകൾ 2 സൈറ്റിലായിട്ട് നമ്മൾ 2 റൗട്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, VPN റൗട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റാറ്റിക് IP ഉണ്ടെങ്കിൽ അത് കോൺഫിഗറേഷൻ ചെയ്ത് നമുക്ക് ആ ഒരു റൗട്ടർ 2ലും നമുക്ക് ആ ഒരു സിസ്റ്റം റിമോട്ടിൽ എടുക്കാവുന്നതാണ്. അതായത് ആ ഒരു റിമോട്ടിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഒരു ഫെസിലിറ്റി കൂടി VPN റൗട്ടറിലുണ്ട്, VPN കോൺഫിഗറേഷൻ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോഡ് ബാലൻസിങ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്മിഷൻ എന്നുള്ള ഓപ്ഷനിൽ ലോഡ് ബാലൻസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ട്രാൻസ്മിഷൻ എന്നുള്ള അതിനകത്ത് ലോഡ് ബാലൻസിങ് ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്യുക.
എന്നാലാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യണതിന് ഇതുകൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എനേബിൾ ലോഡ് ബാലൻസിങ് ഓൾറെഡി ക്ലിക്കായിരിക്കും കിടക്കുന്നത്. അതിനുശേഷം ഈ ലിങ്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ലിങ്ക് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൈമറി വാൻ ചോദിക്കും. അപ്പോൾ ഏതാണ് പ്രൈമറി വാൻ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മളിവിടെ പ്രൈമറി ആയിട്ട് കൊടുക്കുന്നത് വാനാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പ്രൈമറി ആയിട്ട് കൊടുക്കുന്നത് ഈ കണക്ഷനാണ്. നമ്മൾ വാനിൽ കണക്ട് ചെയ്തേക്കുന്ന കണക്ഷൻ വേണം എപ്പോഴും പ്രൈമറി ആയിട്ട് കൊടുക്കാനായിട്ട്. അതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് കൊടുത്തേക്കുന്നത്. വാൻ ലാൻ 1 കൊടുക്കാം, പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വാനാണ്. വാൻ കൊടുത്ത് തന്നെ ചെയ്യാം. അതിനുശേഷം ബാക്കപ്പ് വാൻ, അതായത് ഈ പ്രൈമറി വാൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് ബാക്കപ്പ് വാൻ. അത് നമ്മളിവിടെ ലാൻ 1 ആണ് കൊടുക്കുന്നത്. വാൻ ലാൻ 1 ആണ് കൊടുക്കുന്നത്. അതായത് വാൻ ലാൻ 1 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ബാക്കപ്പ് ആയിട്ട്, അതായത് ഇത് കട്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് മാറണം എന്ന റൂളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ബാക്കപ്പ് വാനായിട്ട് ഈ ഒരു വാൻ ലാൻ 1 നമ്മൾ കൊടുത്തു. അതിനുശേഷം ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യുക. അതായത് ഫെയിൽ ഓവർ, അതായത് എനേബിൾ ബാക്കപ്പ് ലിങ്ക് വെൻ എനി പ്രൈമറി വാൻ ഫെയിൽസ്. അതായത് നമ്മൾ കുത്തിയേക്കുന്ന ഈ വാൻ ഡൗൺ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡറി ആയിട്ട് കൊടുത്തേക്കുന്ന വാൻ ലാൻ 1 ആക്റ്റീവ് ആവണം. അതാണ് നമ്മളിവിടെ റൂൾ സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എനേബിൾ ബാക്കപ്പ് ലിങ്ക് വെൻ എനി പ്രൈമറി വാൻ ഫെയിൽസ്, ഇത് കട്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ഇതിനകത്തോട്ട് വരണം എന്നുള്ള റൂളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. എനേബിൾ ഓക്കെ ആയിരിക്കും അടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്, വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അതായത് എല്ലാ വാനും, അതായത് മൂന്നാമത്തെ പോർട്ടിലോട്ടാണ് നമ്മൾ ബാക്കപ്പ് വന്നെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് വാൻ എല്ലാം കട്ടാകുമ്പോഴാണ് വാൻ ലാൻ 1 വരേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ടായത്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ വേണം നോർമലി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ എനേബിൾ ടിക്ക് ഉണ്ടാവും ഓൾറെഡി. എന്നിട്ട് ഓക്കെ അടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രൈമറി ആയിട്ട് വാൻ കൊടുത്തു, അത് കഴിഞ്ഞ് സെക്കൻഡറി ആയിട്ട് വാൻ ലാൻ 1 കൊടുത്തു. എന്നിട്ടത് ഓക്കെ അടിക്കുക, ഓക്കെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഓക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രൈമറി വാനാണ് കൊടുത്തേക്കുന്നത്. ബാക്കപ്പ് വാനായിട്ട് വാൻ ലാൻ 1 ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മോഡ് ഇതാണ്, അതായത് ബാക്കപ്പ് വെൻ എനി പ്രൈമറി വാൻ ഫെയിൽസ്. അതായത് പ്രൈമറി വാൻ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ബാക്കപ്പ് വാൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂള് സെറ്റ് ചെയ്ത് ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂള് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതായത് ഇത് കട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. അതായത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ഡെന്നിറ്റ് കണക്ഷനാണ് ഇതിനകത്ത് ഇന്ന് കൊടുത്തേക്കുന്നത്. മറ്റേത് ഇവിടെ ഇരിക്കുന്ന ഒരു ഇതാണ്, ഒരു സിം റൗട്ടറാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതായത് ഓട്ടോമാറ്റിക്കലി ഡെന്നിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിം റൗട്ടറിലോട്ട് നമുക്കൊരു വന്നം. അപ്പോൾ അത് വരുന്നുണ്ടോ എന്നുള്ളതും അത് എത്ര ഡിലേ വരുന്നുണ്ടെന്നുള്ളതും ഞാനിപ്പോൾ ആ ഒരു പിങ് ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ CMD ക്ലിക്ക് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മളൊരു ഗൂഗിളിൽ പിങ് ചെയ്യാം. എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ആ ഒരു പിങ് വരുന്നത് കാണാം. അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെന്നിൻ്റെ, അതായത് വാൻ കൊടുത്തിരിക്കുന്ന ആ റൗട്ടറിൽ നിന്നാണ് ആ പിങ് നമുക്ക് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അത് ഊരിയാണ്, ആ വാൻ നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് ഊരി ഡിസ്കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പിങ് ഔട്ട് വരുന്നത് നമുക്കിവിടെ കാണാം. അത് ഊരിയപ്പോൾ അത് പിങ് ഔട്ട് വന്നു. അപ്പോൾ ഇനി അത് നമ്മുടെ രണ്ടാമത്തെ ഇതിലോട്ട് സ്വിച്ച് ഓവർ ആവണം. അപ്പോൾ അതിന് എത്ര പിങ് പോകണമെന്ന് ഇവിടെ കാണാം. പിന്നെ ഒരു സിം റൗട്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ടിവിറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവും. നമ്മൾ കാണിക്കാനായിട്ടാണ് ചെയ്യുന്നത്. നോർമലി ഒരു 4-5 പിങ് എടുക്കാറുള്ളൂ. അപ്പോഴത്തേക്കും അടുത്തതിലോട്ട് കണക്റ്റ് ആകുന്നതാണ്. നമുക്ക് നോക്കാം അതിൻ്റെ എത്ര ടൈം ഔട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. ഒരു 2, 4, 5 പിങ് ഔട്ടായി, ടൈം ഔട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തതിലോട്ട് കണക്ടിവിറ്റി ആയി. പിന്നെ അതിൽ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കണക്ടിവിറ്റിയുടെ വ്യത്യാസമാണ്. അതായത് ഇവിടെ ഒരു ലേറ്റൻസി ഒക്കെ 39 ആയിരുന്നെങ്കിൽ ഇവിടെ ലേറ്റൻസി കൂടി. അതായത് നമ്മൾ ഈ ഒരു എപ്പോഴും ആ ഒരു സിം റൗട്ടറിൻ്റെ ലേറ്റൻസി കൂടുതലായിരിക്കും, വലിയ സ്പീഡ് ഉണ്ടാവില്ല. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു 4 പിങ് ഔട്ട് മാത്രമേ ഇവിടെ വന്നുള്ളൂ. ഈ ഒരു 4 പിങ് ഔട്ടിൽ നമുക്കത് അടുത്ത ISPയിലോട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. അല്ലേ, 4 പിങ് ഔട്ടിൽ തന്നെ നമുക്കിവിടെ അടുത്ത ISPയിലോട്ട് ചേഞ്ച് ആയി. ഇപ്പോൾ കണക്ഷൻസ് ആയി, ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം. അതായത് അഴിച്ചെടുത്തത് ഒന്നുകൂടി കണക്ട് ചെയ്യാം. നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് എത്ര നേരം കൊണ്ട് അത് പ്രൈമറിലോട്ട് മാറുന്നുണ്ടെന്ന് നോക്കാം. അതിന് കുറച്ച് ടൈം എടുക്കും. പ്രൈമറിലോട്ട് മാറുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ആ ഒരു MS നോക്കിയാലും മതി. ലേറ്റൻസി കുറയും. 33 ആ ഒരു ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മാറും എന്ന് മനസ്സിലാക്കാം.
കാരണം ഇത് കണ്ടോ, ഒരു ടൈം ഔട്ട് മാത്രമാണ് അതിനകത്ത് രണ്ടാമത് വാനിലോട്ട് ആകാനായിട്ട് എടുക്കാറുള്ളൂ. 1-2 ടൈം ഔട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതായത് ആ ഒരു സെക്കൻഡറിയിൽ നിന്ന് ഇപ്പോൾ പ്രൈമറിലോട്ട് മാറാനുള്ള ഒരു കണക്ഷൻ ടൈം ഔട്ടാണ് കാണിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് പ്രൈമറി വന്നു, അതായത് സെക്കൻഡറി പോയിട്ട് പ്രൈമറി വന്നു. പ്രൈമറി വരുമ്പോൾ അതിനകത്തോട്ട് മാറാനുള്ള ഒരു ഡിലേ ആണ് കാണിക്കുന്നത്. ആ ഒരു ടൈം ഔട്ട് ഡിലേ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ അത് വന്നിരിക്കുകയാണ്. അതായത് ഒരു 6-7 എണ്ണം ടൈം ഔട്ട് പോയി. അതായത് ആ ഒരു കണക്ഷൻ അത്രയാണ് അവിടെ ഡിസ്കണക്ഷൻ വന്നുള്ളൂ. ഇപ്പോൾ പ്രൈമറിലോട്ട് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രൈമറിയാണ്. അതായത് നിങ്ങൾക്ക് കൂടെ നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു 39 എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നെറ്റ് കിട്ടുന്ന ഒരു കണക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രൈമറിലോട്ട് ഇതിനകത്തുനിന്ന് മാറി ഇതിനകത്തോട്ട് സ്വിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സമയത്തും, അതായത് നമ്മുടെ ഈ പ്രൈമറി പോയി സെക്കൻഡറിലോട്ട് ആവുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ പ്രൈമറി വീണ്ടും ആയി, അതായത് പ്രൈമറി നമ്മൾ വീണ്ടും കുത്തി, ആ കുത്തണ സമയത്തും 2 സമയത്തും ആ ഒരു പിങ് ഔട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അതായത് ഒരു 4-5 പിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു 5-6 പിങ്ങിൻ്റെ ഒരു ടൈം ഔട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഔട്ട് നമുക്ക് ബ്രൗസിങ്ങിൽ കാണിക്കുമോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗസിങ്ങിൽ നമുക്ക് ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം. എന്നാലും ഈ സ്ട്രീമിങ് ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തുള്ളൊരു നെഗറ്റീവ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പ്രൈമറി കണക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ടുള്ളതല്ല കൊടുക്കുന്നത്. പ്രൈമറി കണക്ഷൻ കട്ടാകുന്ന ഒരു കണക്ഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ്റ് ഡിസ്കണക്ഷൻ വരുന്ന ഒരു കണക്ഷനാണ് നമ്മൾ പ്രൈമറി കൊടുക്കണമെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇത് അങ്ങോട്ടും സ്വിച്ച് ആകുമ്പോൾ, അതായത് ഒന്നിൽ നിന്നും അടുത്തതിലോട്ടും അടുത്തിൽ നിന്ന് പിന്നീട് പ്രൈമറി വരുമ്പോൾ പ്രൈമറിയിലോട്ടും 2ലോട്ടും അങ്ങോട്ടും മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കണക്ഷൻ കൂടി ആ ഒരു പിങ് ഔട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് പിന്നെയും പിങ് ഔട്ടാവും, പിന്നെയും വരും. അപ്പോൾ ആ ഒരു അങ്ങോട്ട് വരുന്നത് വളരെയധികം കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ യൂസർക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ പ്രൈമറി കൊടുക്കേണ്ടത്, പ്രൈമറി കണക്ഷൻ എപ്പോഴും നല്ല കണക്ഷൻ, അതായത് നല്ലൊരു കോൺസ്റ്റൻ്റായിട്ട് കിട്ടുന്നുള്ള ലീഫ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ ലീഫ് ലൈൻ എടുക്കുക, അത്തരം കണക്ഷൻസ് എടുത്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടാകുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്വിച്ച് ഓവറിങ് ടൈമിൽ വരുന്ന ആ ഒരു പിങ് ഔട്ടിൻ്റെ നമുക്കത് മാറി കിട്ടുകയും ചെയ്യും. മനസ്സിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് കണ്ടിന്യൂസ് ആയിട്ട് പിങ്ങൊന്നും പോകാതെ തന്നെ നമുക്കത് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ സ്വിച്ച് ഓവർ ടൈമിൽ ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതായത് ഓട്ടോ സ്വിച്ചിങ് അല്ല, ഈ പറഞ്ഞൊരു 3-4-5 പിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് ഇങ്ങോട്ട് ചേഞ്ച് ആകുമ്പോൾ, അതായത് ഇതിൽ നിന്നും പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ആകുമ്പോൾ, സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറി ആകുമ്പോഴും ഈ ഒരു ഡിഫറൻസൊക്കെ അവിടെ വരും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇത് ലോഡ് ബാലൻസിങ്ങിൻ്റെ കോൺഫിഗറേഷൻ പൂർത്തിയായിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കോൺഫിഗർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയർവാൾ ഉണ്ട്, VPN കോൺഫിഗറേഷൻ ഉണ്ട്, ഇതെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാത്തിൻ്റെ കോൺഫിഗറേഷൻ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എനിക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനകത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കോൺഫിഗറേഷൻ വീഡിയോസ്, ഇപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ P2Pയുടെ പോയിൻറ്റ് ടു പോയിൻറ്റ് ഡിവൈസുകളുടെ ഉൾപ്പെടെയുള്ള കോൺഫിഗറേഷൻ നമ്മൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. അടുത്തൊരു കോൺഫിഗറേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.